18/2/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ കടമയാണ് വീടുകൾ തോറും ബാബയുടെ സന്ദേശം നൽകുക എന്നത്. ഏതൊരു സാഹചര്യത്തിലും യുക്തികൾ രചിച്ച് ബാബയുടെ പരിചയം ഓരോരുത്തർക്കും തീർച്ചയായും നൽകൂ. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിൻ്റെ താല്പര്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്? ഉത്തരം: ഏതെല്ലാം പുതിയ പുതിയ പോയിന്റ്സ് വരുന്നുവോ അവയെ തൻ്റെ പക്കൽ നോട്ട് ചെയ്യുന്നതിൻ്റെ താല്പര്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത്രയും പോയിന്റ്സ് എല്ലാം ഓർമ്മയിലിരിക്കുന്നത് പ്രയാസമാണ്. നോട്ട്സ് എഴുതിയ ശേഷം ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കണം. എഴുതിയ ശേഷം പിന്നെ കോപ്പി അവിടെ തന്നെ കിടക്കുക എന്നതും പാടില്ല. ഏത് കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുവോ അവർക്ക് നോട്ട്സ് കുറിച്ചെടുക്കുന്നതിൻ്റെ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും. ഗീതം: ലക്ഷക്കണക്കിന് ലോകർ ഹൃദയങ്ങളെ താഴിട്ട് പൂട്ടിയാലും നീയും പ്രണയിതാവിനെ മറക്കരുത്, ഞാനും പ്രണയിതാവിനെ മറക്കില്ല. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ആത്മീയ കുട്ടികളെ എന്ന വാക്ക് ഒരു ബാബയ്ക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. ആത്മീയ പിതാവിനല്ലാതെ ഒരിക്കലും ആർക്കും ആരെയും ആത്മീയ കുട്ടികളെ എന്ന് പറയുവാൻ കഴിയില്ല. കുട്ടികൾക്കറിയാം, എല്ലാ ആത്മാക്കൾക്കും ഒരേ ഒരു പിതാവാണുള്ളത്. നമ്മൾ ഏവരും സഹോദരന്മാരാണ്. ബ്രദർഹുഡ്, സാഹോദര്യം എന്ന് പാടുന്നുമുണ്ട്. എന്നിരുന്നാലും പരമാത്മാവിനെ സർവവ്യാപി എന്ന് പറയുന്ന തരത്തിൽ മായയുടെ പ്രവേശനമുണ്ട്. അപ്പോൾ ഫാദർഹുഡ് ആകുന്നു. രാവണരാജ്യം പഴയ ലോകത്തിൽ തന്നെയാണുള്ളത്. പുതിയ ലോകത്തിൽ രാമരാജ്യമാണ് അഥവാ ഈശ്വരീയ രാജ്യം എന്ന് പറയുന്നു. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 2 രാജ്യങ്ങൾ തീർച്ചയായും ഉണ്ട്: ഈശ്വരീയ രാജ്യവും ആസുരീയ രാജ്യവും, പുതിയ ലോകവും പഴയ ലോകവും. പുതിയ ലോകം തീർച്ചയായും ബാബ തന്നെയായിരിക്കും രചിക്കുന്നുണ്ടാവുക. ഈ ലോകത്തിൽ മനുഷ്യർ പുതിയ ലോകത്തെയും പഴയ ലോകത്തെയും പോലും മനസ്സിലാക്കുന്നില്ല. അതിനർത്ഥം ഒന്നും അറിയുന്നില്ല. നിങ്ങളും ഒന്നും അറിഞ്ഞിരുന്നില്ല, അറിവില്ലാത്തവരായിരുന്നു. പുതിയ സുഖത്തിൻ്റെ ലോകം ആരാണ് സ്ഥാപിക്കുന്നത്? പിന്നെ പഴയ ലോകത്തിൽ ദുഃഖം എന്തുകൊണ്ടുണ്ടാകുന്നു? സ്വർഗത്തിൽ നിന്നും നരകം എങ്ങനെയാകുന്നു? ഇത് ആർക്കും അറിയില്ല. ഈ കാര്യങ്ങൾ മനുഷ്യരെ അറിയുകയുള്ളൂ. ദേവതമാരുടെ ചിത്രങ്ങളുമുണ്ട്. അപ്പോൾ തീർച്ചയായും ആദി സനാതന ദേവീ ദേവന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇല്ല. ഈ സമയത്ത് പ്രജയുടെ മേൽ പ്രജയുടെ രാജ്യമാണ്. ബാബ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ശിവ് ബാബ ഭാരതത്തിൽ വന്ന് എന്തു ചെയ്യുന്നു എന്നത് മനുഷ്യർക്കറിയില്ല. തൻ്റെ ധർമ്മത്തെ തന്നെ മറന്നുപോയി. നിങ്ങൾക്ക് ഇപ്പോൾ പരിചയം നൽകണം. ത്രിമൂർത്തിയുടെയും ശിവ് ബാബയുടെയും. ബ്രഹ്മദേവത, വിഷ്ണു ദേവത, ശങ്കർ ദേവത എന്ന് പറയുന്നു. പിന്നെ ശിവ പരമാത്മായ നമ എന്ന് പറയുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ത്രിമൂർത്തി ശിവന്റെയും പരിചയം നൽകേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം സർവീസ് ചെയ്യണം. ഏതൊരു സാഹചര്യത്തിലും ബാബയുടെ പരിചയം സർവർക്കും ലഭിക്കട്ടെ. അപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടിയെടുക്കട്ടെ. നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പോൾ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ധാരാളം പേർക്ക് സമ്പത്ത് നേടേണ്ടതുണ്ട്. നമ്മുടെ മേലുള്ള കടമയാണ് വീടുകൾ തോറും ബാബയുടെ സന്ദേശം നൽകുക എന്നത്. വാസ്തവത്തിൽ മെസ്സഞ്ചർ ഒരു ബാബ തന്നെയാണ്. ബാബ തൻ്റെ പരിചയം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് ബാബയുടെ പരിചയം നൽകണം. ബാബയുടെ നോളജ് നൽകേണ്ടതുണ്ട്. മുഖ്യമായതാണ് ത്രിമൂർത്തി ശിവൻ. ഈ ഒന്നിൻ്റെ തന്നെയാണ് കോട്ട് ഓഫ് ആംസ്, ഔദ്യോഗിക ചിഹ്നവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഗവൺമെൻറ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നില്ല. അതിൽ ചക്രവും
ചർക്ക പോലെ കാണിച്ചിരിക്കുകയാണ്. അതിൽ സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് ഒരർത്ഥം വരുന്നില്ല. ഇത് സംസ്കൃത വാക്കാണ്. ഇപ്പോൾ ബാബ ട്രൂത്ത് തന്നെയാണ്. ആ ഒന്ന് എന്ത് മനസ്സിലാക്കിക്കുന്നോ അതിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെ മേലും നിങ്ങളുടെ വിജയമുണ്ടാകുന്നു. ബാബ പറയുന്നു, ഞാൻ സത്യം പറയുന്നു. നിങ്ങൾക്ക് ഈ പഠനത്തിലൂടെ സത്യസത്യമായ നാരായണൻ ആകുവാൻ സാധിക്കുന്നു. അവർ എന്തെല്ലാം അർത്ഥം കണ്ടെത്തുന്നു അതും അവരോട് ചോദിക്കേണ്ടതാണ്. ബാബ അനേകം പ്രകാരത്തിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. എവിടെയെല്ലാം മേള നടക്കുന്നുവോ അവിടെ നദികളിലും പോയി മനസ്സിലാക്കിച്ചു കൊടുക്കൂ. പതീത പാവനൻ ഗംഗ ആവുക സാധ്യമല്ല. നദികൾ സാഗരത്തിൽ നിന്നാണ് വരുന്നത്. അത് ജലത്തിൻ്റെ സാഗരമാണ്. അതിൽ നിന്നും ജലത്തിൻ്റെ നദികൾ വരുന്നു. ജ്ഞാനസാഗരത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ നദികൾ വരും. മാതാക്കളായ നിങ്ങളിൽ ഇപ്പോൾ ജ്ഞാനമുണ്ട്. ഗൗമുഖത്ത് പോകുന്നു. അതിൻ്റെ വായിൽ നിന്നും ജലം വരുന്നു. ഇത് ഗംഗാജലമാണ് എന്ന് കരുതുന്നു. ഇവിടെ ഗംഗാജലം എവിടെ നിന്നും വരാനാണ് എന്ന് ഇത്രയും പഠിത്തമുള്ള മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അമ്പെയ്തു ഗംഗ പുറത്തു വന്നു എന്ന ശാസ്ത്രങ്ങളിലുണ്ട്. ഇപ്പോൾ ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. അർജുനൻ അമ്പെയ്തു ഗംഗ പുറത്തു വന്നു എന്നൊന്നുമല്ല. എത്ര ദൂരെ ദൂരെ തീർത്ഥസ്ഥാനങ്ങളിൽ പോകുന്നു. ശങ്കരൻ്റെ ജടകളിൽ നിന്നും ഗംഗ വരുന്നുവെന്നും അതിൽ സ്നാനം ചെയ്യുന്നതിലൂടെ മനുഷ്യനിൽ നിന്നും പരിയായി മാറുന്നു എന്നും പറയുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. ഇതും പരിയെ പോലെയാണല്ലോ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബയുടെ തന്നെ പരിചയം നൽകേണ്ടതുണ്ട്. അതിനാൽ ബാബ ഈ ചിത്രങ്ങൾ ഉണ്ടാക്കിച്ചിരിക്കുകയാണ്. ത്രിമൂർത്തി ശിവന്റെ ചിത്രത്തിൽ മുഴുവൻ നോളജുമുണ്ട്. കേവലം അവരുടെ ത്രിമൂർത്തിയുടെ ചിത്രത്തിൽ നോളജ് നൽകുന്നവൻ്റെ അഥവാ ശിവന്റെ ചിത്രമില്ല. നോളജ് എടുക്കുന്നവരുടെ ചിത്രമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ത്രിമൂർത്തി ശിവന്റെ ചിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. മുകളിൽ നോളജ് നൽകുന്നവനാണ്. ബ്രഹ്മാവിന് ആ ഒന്നിൽ നിന്നാണ് നോളജ് ലഭിക്കുന്നത്. അത് പിന്നെ വ്യാപിപ്പിക്കുന്നു. ഇതിനെ പറയുന്നത് ഈശ്വരൻ്റെ ധർമ്മത്തിൻ്റെ സ്ഥാപനയുടെ മിഷനറി എന്നാണ്. ഈ ദേവീദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. കുട്ടികളായി നിങ്ങൾക്ക് തൻ്റെ സത്യമായ ധർമ്മത്തിൻ്റെ തിരിച്ചറിവ് ലഭിച്ചു. നിങ്ങൾക്കറിയാം, നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ എത്ര സന്തോഷിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങളുടെ സന്തോഷത്തിന് അതിരില്ലാതിരിക്കണം. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്നവൻ സ്വയം ഭഗവാനാണ്. ഭഗവാൻ നിരാകാരനായ ശിവനാണ്, ശ്രീകൃഷ്ണൻ അല്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. സദ്ഗതി എന്ന് സത്യയുഗത്തെ പറയുന്നു. ദുർഗതി എന്ന് കലിയുഗത്തെ പറയുന്നു. പുതിയ ലോകത്തെ പുതിയതെന്നും പഴയതിനെ പഴയതെന്നും തന്നെയാണ് പറയുന്നത്. മനുഷ്യർ കരുതുന്നു ഇപ്പോൾ ലോകത്തിന് പഴയതാകുന്നതിൽ 40,000 വർഷം വേണം എന്ന്. എത്ര കുഴങ്ങിപ്പോയിരിക്കുന്നു. ബാബയ്ക്കല്ലാതെ ഈ കാര്യങ്ങൾ ആർക്കും മനസ്സിലാക്കിച്ചു തരാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായി നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകി പിന്നെ എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആരാണോ എൻ്റെ മതത്തിലൂടെ നടക്കുന്നത് അവർ ദേവതയായി മാറുന്നു. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. പുതിയതായ ആരെങ്കിലും എന്ത് മനസ്സിലാക്കുവാനാണ്? പൂന്തോട്ടക്കാരായ നിങ്ങളുടെ കർത്തവ്യമാണ് പൂന്തോട്ടം നട്ടുപിടിപ്പിച്ച് തയ്യാറാക്കുക എന്നത്. തോട്ടമുടമ ഡയറക്ഷൻ നൽകുന്നു. ബാബ ഏതെങ്കിലും പുതിയവരുമായി കൂടിക്കാഴ്ച നടത്തി ജ്ഞാനം നൽകും എന്നല്ല. ഈ ജോലി പൂന്തോട്ടക്കാരുടേതാണ്. ബാബ കൽക്കട്ടയിൽ പോവുകയാണ് എന്ന് വിചാരിക്കൂ. കുട്ടികൾ വിചാരിക്കും നമ്മൾ നമ്മുടെ ഓഫീസറിനെയും ഇന്ന മിത്രത്തെയും ബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോകട്ടെ എന്ന്. ബാബ പറയും, അവർ യാതൊന്നും മനസ്സിലാക്കുകയില്ല. വിഡ്ഢികളെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നത് പോലെയാണ്.
അതിനാൽ ബാബ പറയുന്നു, പുതിയവരെ ഒരിക്കലും ബാബയുടെ മുന്നിൽ കൊണ്ടുവരാതിരിക്കൂ. ഇത് പൂന്തോട്ടക്കാരായ നിങ്ങളുടെ ജോലിയാണ്, തോട്ടം ഉടമയുടേതല്ല. പൂന്തോട്ടക്കാരുടെ ജോലിയാണ് പൂന്തോട്ടത്തെ വെച്ചു പിടിപ്പിക്കുക എന്നത്. ബാബ ഡയറക്ഷൻ നൽകുന്നു, ഇങ്ങനെയെല്ലാം ചെയ്യൂ. അതിനാൽ ബാബ ഒരിക്കലും പുതിയവരുമായി കൂടിക്കാഴ്ച നടത്തുന്നില്ല. എന്നാൽ എപ്പോഴെങ്കിലും അതിഥിയായി വീട്ടിൽ വരികയാണെങ്കിൽ പറയുന്നു, ദർശനം നടത്തണം. താങ്കൾ നമ്മളെ കൂടിക്കാഴ്ച നടത്താൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? ശങ്കരാചാര്യരുടെ അടുത്തും മറ്റും എത്ര പേർ പോകുന്നു? ഈ കാലത്ത് ശങ്കരാചാര്യരുടേത് വലിയ പദവിയാണ്, പഠിത്തമുള്ളവരാണ്. എന്നിരുന്നാലും ജന്മം വികാരത്തിലൂടെ തന്നെയാണല്ലോ എടുക്കുന്നത്. ട്രസ്റ്റി ആയവർ സിംഹാസനത്തിൽ ആരെയും ഇരുത്തുന്നു. എല്ലാവരുടെയും മതം അവരവരുടേതാണ്. ബാബ സ്വയം വന്ന് കുട്ടികൾക്ക് തൻ്റെ പരിചയം നൽകുന്നു. ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ ഈ പഴയ ശരീരത്തിലാണ് വരുന്നത്. ഇദ്ദേഹവും തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ശാസ്ത്രങ്ങളിലാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആക്കിയിരിക്കുന്നു. മനുഷ്യന് ഇത്രയും ജന്മങ്ങൾ എടുക്കാൻ സാധിക്കില്ല. പിന്നെ മൃഗങ്ങളുടെയും വർഗം കൂട്ടിച്ചേർത്ത് 84 ലക്ഷം ആക്കിയിരിക്കുകയാണ്. മനുഷ്യർ എന്ത് കേൾക്കുന്നുവോ എല്ലാം സത്യമാണ് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രങ്ങളിലാണെങ്കിൽ എല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. കൽക്കട്ടയിൽ ദേവിമാരുടെ വളരെയധികം ശോഭനീയവും സുന്ദരവുമായ മൂർത്തികൾ ഉണ്ടാക്കുന്നു, അലങ്കരിക്കുന്നു, പിന്നെ അതിനെ മുക്കി താഴ്ത്തുന്നു. ഇവരും പാവകളെ പൂജ ചെയ്യുന്ന ബേബീസ് തന്നെയായി. തീർത്തും ഇന്നസെൻ്റാണ്. നിങ്ങൾക്കറിയാം, ഇത് നരകമാണ്. സ്വർഗത്തിലാണെങ്കിൽ അളവറ്റ സുഖമുണ്ടായിരുന്നു. ഇപ്പോഴും ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഇന്നയാൾ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ഒരു സമയത്ത് സ്വർഗമുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. നരകത്തിനു ശേഷം വീണ്ടും തീർച്ചയായും സ്വർഗം വരും. ഈ കാര്യങ്ങളും നിങ്ങളാണ് അറിയുന്നത്. മനുഷ്യരാണെങ്കിൽ അല്പം പോലും അറിയുന്നില്ല. പുതിയവരാരെങ്കിലും ബാബയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്തു ചെയ്യുവാനാണ്? അതിനാൽ പൂർണ്ണമായും പരിപാലനം ചെയ്യുന്ന പൂന്തോട്ടക്കാർ ആവശ്യമാണ്. ഇവിടെയാണെങ്കിൽ അനേകം പൂന്തോട്ടക്കാരെ ആവശ്യമാണ്. മെഡിക്കൽ കോളേജിൽ പുതിയ ആരെങ്കിലും പോയി ഇരിക്കുകയാണെങ്കിൽ യാതൊന്നും മനസ്സിലാക്കുകയില്ല. ഈ നോളജും പുതിയതാണ്. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് എല്ലാവരെയും പാവനമാക്കുവാൻ. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. ഈ സമയത്ത് എല്ലാവരും തമോ പ്രധാന ആത്മാക്കളാണ്. അതിനാൽ പറയുന്നു, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. എല്ലാവരിലും പരമാത്മാവുണ്ട്. അപ്പോൾ ബാബ ഇരുന്ന് ഇങ്ങനെയുള്ളവരോട് തലയിട്ടടിക്കുകയൊന്നുമില്ല. മുള്ളുകളെ പുഷ്പമാക്കുക എന്നത് പൂന്തോട്ടക്കാരുടെ ജോലിയാണ്. നിങ്ങൾക്കറിയാം, ഭക്തിയാണ് രാത്രി, ജ്ഞാനമാണ് പകൽ. ബ്രഹ്മാവിൻ്റെ പകൽ, ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. പ്രജാപിത ബ്രഹ്മാവിന് തീർച്ചയായും കുട്ടികളും ഉണ്ടായിരിക്കുമല്ലോ. ഇത്രയും ബ്രഹ്മകുമാർ കുമാരിമാരുണ്ട്. ഇവരുടെ ബ്രഹ്മാവ് ആരാണ് എന്ന് ചോദിക്കാൻ തക്കവണ്ണം ഇത്രയും ബുദ്ധി പോലും ആർക്കുമില്ല. പ്രജാപിത ബ്രഹ്മാവ് പ്രസിദ്ധമാണ്. ആ ഒന്നിലൂടെ തന്നെയാണ് ബ്രാഹ്മണധർമ്മം സ്ഥാപിതമാകുന്നത്. ബ്രഹ്മ ദേവതായ നമ എന്ന് പറയുകയും ചെയ്യുന്നു. ബാബ കുട്ടികളായി നിങ്ങളെ ബ്രാഹ്മണരാക്കി പിന്നെ ദേവതയാക്കുന്നു. ഏതെല്ലാം പുതിയ പുതിയ പോയിന്റ്സ് വരുന്നുവോ അത് തൻ്റെ പക്കൽ നോട്ട് ചെയ്യുന്നതിൻ്റെ താല്പര്യം കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏത് കുട്ടികളാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവർക്ക് നോട്ട്സ് കുറിച്ചെടുക്കുന്നതിൽ വളരെയധികം താല്പര്യമുണ്ടായിരിക്കും. നോട്ട്സ് കുറിച്ചെടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത്രയും പോയിന്റ്സ് എല്ലാം ഓർമ്മയിലിരിക്കുന്നത് പ്രയാസമാണ്. നോട്ട്സ് കുറിച്ച ശേഷം ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. എഴുതിയ ശേഷം പിന്നെ കോപ്പി അവിടെ തന്നെ കിടന്നു പോകരുത്. പുതിയ പുതിയ പോയിന്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ പഴയ പോയിന്റ്സിൻ്റെ കോപ്പികൾ അവിടെ തന്നെ കിടക്കുന്നു. സ്കൂളിലും പഠിക്കുവാൻ പോകും. 1-ാം ക്ലാസ്സിലെ പുസ്തകം അവിടെ തന്നെ കിടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ അവസാനം ഇത് മനസ്സിലാക്കിക്കൂ: മന്മനാഭവ. ബാബയെയും സൃഷ്ടിചക്രത്തെയും ഓർമ്മിക്കൂ. മുഖ്യമായ കാര്യമാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇതിനെ തന്നെയാണ് യോഗാഗ്നി എന്ന് പറയുന്നത്. ഭഗവാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. മനുഷ്യർ ശാസ്ത്രങ്ങളുടെ സാഗരമാണ്. ബാബ ഏതെങ്കിലും ശാസ്ത്രം കേൾപ്പിക്കുന്നില്ല. ആ ഒന്നും ശാസ്ത്രം കേൾപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഭഗവാനും മനുഷ്യനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ബാബ പറയുന്നു, ഈ ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളുടെ സാരം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു. ആ ഓടക്കുഴൽ ഊതുന്നവർ സർപ്പത്തെ പിടികൂടുമ്പോൾ അതിൻ്റെ പല്ലുകൾ ഇളക്കി മാറ്റുന്നു. ബാബയും വിഷം കുടിപ്പിക്കുന്നത് നിങ്ങളിൽ നിന്നും വിടുവിക്കുന്നു. ഈ വിഷത്തിലൂടെ തന്നെയാണ് മനുഷ്യർ പതീതമായത്. ബാബ പറയുന്നു, ഇതിനെ ഉപേക്ഷിക്കൂ. എന്നിട്ടും ഉപേക്ഷിക്കുന്നില്ല. ബാബ വെളുപ്പാക്കുന്നു. എന്നിട്ടും വീഴുകയും മുഖം കറുപ്പിക്കുകയും ചെയ്യുന്നു. ബാബ വന്നിരിക്കുകയാണ് കുട്ടികളായ നിങ്ങളെ ജ്ഞാനചിതയിൽ ഇരുത്തുന്നതിനു വേണ്ടി. ജ്ഞാനചിതയിൽ ഇരിക്കുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയും ജഗജ്ജീത്തുമായി മാറുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഈ സന്തോഷമുണ്ടായിരിക്കട്ടെ. നമ്മൾ സത്യമായ ധർമ്മത്തിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമാണ്. സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ദേവീ ദേവതാധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. പൂന്തോട്ടക്കാരായി മുള്ളുകളെ പുഷ്പമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. പൂർണ്ണമായും പരിപാലിച്ച ശേഷം ബാബയുടെ മുന്നിൽ കൊണ്ടുവരണം. പ്രയത്നിക്കണം. വരദാനം: പഴയ ദേഹത്തെയും ലോകത്തെയും മറക്കുന്നവരും ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരുമായി ഭവിക്കട്ടെ. സംഗമയുഗി ശ്രേഷ്ഠ ആത്മാക്കളുടെ സ്ഥാനം തന്നെ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനമാണ്. ഇങ്ങനെയുള്ള സിംഹാസനം മുഴുവൻ കൽപ്പത്തിലും ലഭിക്കുക സാധ്യമല്ല. വിശ്വരാജ്യത്തിൻ്റെയോ സ്റ്റേറ്റിൻ്റെ രാജ്യത്തിൻ്റെയോ സിംഹാസനം ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ സിംഹാസനം ലഭിക്കുകയില്ല. ഇത് ഇത്രയും വിശാലമായൊരു സിംഹാസനമാണ്. അതിൽ നടക്കുകയോ ചുറ്റിക്കറങ്ങുകയോ കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്താലും സദാ സിംഹാസനസ്ഥരായി ഇരിക്കാൻ സാധിക്കും. ഏത് കുട്ടികളാണോ സദാ ബാബ് ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരായി ഇരിക്കുന്നത്, അവർ ഈ പഴയ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും വിസ്മൃതമായിരിക്കുന്നു. ഇതിനെ കണ്ടുകൊണ്ടും കാണാതിരിക്കുന്നു. സ്ലോഗൻ: പരിധിയുള്ള പേരിനും മാന്യതയ്ക്കും പ്രൗഢിക്കും പിന്നാലെ ഓടുക എന്നാൽ നിഴലിനെ പിന്തുടരുക എന്നാണ്. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏതെങ്കിലും പുതിയ ഇൻവെൻഷൻ അണ്ടർഗ്രൗണ്ടിൽ പോകുന്നതിലൂടെയാണ് ചെയ്യാൻ കഴിയുന്നത്. അതേപോലെ താങ്കളും എത്രത്തോളം അണ്ടർഗ്രൗണ്ട്, അതായത് അന്തർമുഖിയായിരിക്കുമോ അത്രയും പുതിയ പുതിയ ഇൻവെൻഷനും പദ്ധതികളും കണ്ടെത്താൻ സാധിക്കും. അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നതിലൂടെ ഒന്നാമതായി വായുമണ്ഡലത്തിൽ നിന്നും സുരക്ഷയുണ്ടാകും. രണ്ടാമതായി ഏകാന്തത പ്രാപ്തമാകുന്നത് കാരണം മനനശക്തിയും വർദ്ധിക്കും. മൂന്നാമതായി ഏതെങ്കിലും മായയുടെ വിഘ്നങ്ങളിൽ നിന്നും സേഫ്റ്റിയുടെ ഉപാധിയായി മാറും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം: സങ്കൽപ്പങ്ങളുടെ വിസ്താരത്തെ സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു.
ഞാൻ ആത്മാവ് സ്വരാജ്യ അധികാരിയാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെയും സൂക്ഷ്മ ശക്തികളെയും എൻ്റെ നിയന്ത്രണത്തിൽ ആക്കുന്നു. ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് എൻ്റെ പരമപ്രിയനായ ശിവ് ബാബയുമായുള്ള മധുരമായ കൂടിക്കാഴ്ച എന്നിൽ നിറഞ്ഞ സംതൃപ്തിയുടെ അനുഭവം വരുത്തുന്നു. പരമധാമത്തിലെ ഈ ദിവ്യ ജ്യോതിയിൽ നിന്നും വരുന്ന പ്രകാശധാര എന്നിൽ സമസ്ത ശക്തികളും ഗുണങ്ങളും നിറയ്ക്കുന്നു. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും വിശേഷതകൾ ജീവിതത്തിൽ പകർത്താനുള്ള വിശേഷ വരദാനം ബാബ എനിക്ക് നൽകുകയാണ്. ഞാൻ മഹാദാനിയായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഉദാരചിത്തതയോടെ ദിവ്യ അലൗകിക ഈശ്വരീയ പ്രാപ്തികൾ ദാനം ചെയ്യുകയാണ്. सुगंध